തൃശൂർ ചേലക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാന വിളയാട്ടം തുടർക്കഥയാകുന്നു. തോന്നൂർക്കര 20-ാം വാർഡിലും 21-ാം വാർഡിലുമാണ് ആന ഇറങ്ങിയത്. പ്രദേശത്തെ കൃഷി ആനകൾ നശിപ്പിച്ചു. ചേലക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് സ്ഥിരം കാഴ്ചയായി മാറി. 20-ാം വാർഡിലെ പണ്ടാരത്തിക്കുളമ്പ് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയോടെ 3 കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. സമീപത്തെ വീട്ടുവളപ്പിൽ കയറിയ കാട്ടാനക്കൂട്ടം പറമ്പിലെ തെങ്ങ്, കവുങ്ങ്, കടപ്ലാവ് തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. സംരക്ഷണവേലി തകർത്താണ് കാട്ടാനക്കൂട്ടം പലപ്പോഴും അകത്തു കയറുന്നത്. മേഖലയിൽ കാട്ടാനശല്യം സ്ഥിരമാണെന്നും മരണഭയത്തിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരു വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവർക്ക് നമ്മുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം ഞങ്ങൾക്കല്ലാണ്ട് പിന്നെ ഇവരെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതും ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതും ചെയ്തതും ഞങ്ങൾ തന്നെ. എന്നിട്ട് ഇവര് ഞങ്ങളുടെ സംരക്ഷണം ഒരുക്കാണ്ട് ഇവർക്ക് ഇവരുടേതായ രീതിയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കാനാച്ചാൽ പിന്നെ എന്താണ്? ഇനി നാളെ മുതൽ ഞങ്ങൾ ഇത് കുറേ ആയി ഞങ്ങൾ ഇത് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ്. സമാനമായ രീതിയിൽ വടക്കുംമുറി പ്ലാന്റേഷൻ പരിസരത്തെ 17ഓളം വീട്ടുവളപ്പുകളിലും വീട്ടുമുറ്റത്തുമാണ് വിവിധ ദിവസങ്ങളിലായി കാട്ടാന എത്തിയത്. ചുറ്റുമതിലും സംരക്ഷണ വേലികളും തകർത്താണ് കാട്ടാനകൾ പറമ്പുകളിലേക്ക് കയറുന്നത്. കാട്ടാനക്കൂട്ടം ഇവിടെയും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മച്ചാട് വനം വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. കൈരളി ന്യൂസ്, തൃശൂർ.